بسم الله الرحمن الرحيم. لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1478 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായമായ സൂറത്ത് സബയിലെ 15 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لسبإ في مسكنهم آية جنتان عن يمين وشمال كلوا من رزق ربكم واشكروا له بلدة طيبة ورب غفور فأعرضوا فأرسلنا عليهم سيل العرم وبدلناهم بجنتيهم جنتين ذواتي أكل خمط وأثل وشيء من سدر قليل ذلك جزيناهم بما كفروا وهل نجازي إلا الكفور. صدق الله العلي العظيم. സൂറത്തു സബയിലെ 15 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന് സബ എന്ന പേര് വരുന്നതിന് കാരണമാവുന്ന പരാമർശം അടങ്ങിയിട്ടുള്ള ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഈ 3 ആയത്തുകൾ. ഇതിൽ ആദ്യത്തെ ആയത്തിലാണ് സബ എന്ന പദം വരുന്നത്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഭാഗം വരുന്നത്. ഈ സൂറത്തിലെ ആയത്തുകളുടെ ക്രമീകരണവും അതിൻ്റെ ആശയപരമായ വികസനവും ആശയപരമായ ഒരു വളർച്ചയുണ്ട് സൂറത്തിന്റെ. അതും എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാകും എന്ന് കരുതുന്നു. തുടക്കത്തിലെ മക്കയിലെ പ്രബോധിത സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് അവരുടെ നിലപാടുകളെ വിലയിരുത്തിക്കൊണ്ട് വളരെ ശക്തമായ ചില താക്കീതുകളൊക്കെയാണ് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്നാണ് ദാവൂദ് അലൈഹിസ്ലാമിൻ്റെയും സുലൈമാൻ അലൈഹിസ്ലാമിൻ്റെയും സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെടുകയുണ്ടായത്. തുടക്കത്തിൽ പറഞ്ഞു വെച്ച മക്കയിലെ പ്രബോധിത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പ്രത്യേകമായി ഉയർത്തിക്കാണിച്ച ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കുള്ള ചില സാക്ഷ്യങ്ങളായിട്ടാണ് ഈ ചരിത്ര കാണ്ഡങ്ങൾ അള്ളാഹു നമ്മളെ ഇവിടെ കേൾപ്പിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്ലാമിൻ്റെയും
ദാവൂദ് അലൈഹിസ്സലാമിന്റെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും അവയിലെ ആ ആയാത്തുകളിൽ അടങ്ങിയിട്ടുള്ള ചില പരാമർശങ്ങളും ഒക്കെ തന്നെ ആ എപ്പിസോഡ് അതിന്റെ മുകളിലുള്ള അതിന്റെ മുമ്പ് വന്ന സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്തുകളിലെ ആർഗ്യുമെന്റ്സുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന, അതിനോട് കൂട്ടിഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്നത് ആയത്തുകളുടെ സൂക്ഷ്മ വിശകലനം ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അതേപോലെ സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആ പ്രമേയം അതുമായി നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന ആശയതലത്തിൽ കോർത്തിണക്കി കൊണ്ടുപോകാവുന്ന വിധത്തിലുള്ള ഒരു ചരിത്ര കാണ്ഡമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 3 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. തൊട്ടു മുമ്പ് ദാവൂദ് അലൈഹിസ്സലാമും സുലൈമാൻ അലൈഹിസ്സലാമും ഉൾപ്പെടുന്ന ചരിത്ര ഭാഗമാണ് വിവരിക്കപ്പെട്ടതെങ്കിൽ ഇവിടെ സബഅ് സമൂഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നത്. ഏത് കാലഘട്ടത്തിലാണ്, ചരിത്രത്തിന്റെ ഏത് ഒരു ചരിത്ര സംഭവങ്ങളുടെ ഏത് ഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്നതിനൊന്നും വ്യക്തമായൊരു സൂചന ഈ വിവരിക്കപ്പെട്ട സംഗതികളുമായിട്ട് ഉള്ളതായിട്ട് കാണാൻ സാധിക്കില്ല. ഏത് ഘട്ടത്തിലായിരുന്നാലും എക്കാലത്തെയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രസക്തമായ ചില പാഠങ്ങൾ ഈ ചരിത്ര വിവരണത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് എന്നതാണ് ഈ ആയത്തുകളുടെ സൂചനയും മുനയും ഒക്കെയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൂറത്ത് അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുഖ്യമായ അത് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ഈ വിശുദ്ധ ഖുർആന്റെ അനുവാചക സമൂഹം, ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രാധാന്യമുള്ള ചില സൂചനകളും താക്കീതുകളും ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് ആയത്തുകൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നമുക്കിന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളുടെ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താം. ലഖദ് കാന ലി സബഇൻ ഫീ മസ്കനിഹിം ആയത്തുൻ, അങ്ങനെയാണ് ഈ ഭാഗത്തിന്റെ തുടക്കം. സബഅ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സബഅുകാർക്ക് അവരുടെ വാസസ്ഥലത്ത് തന്നെ, അവരുടെ മസ്കനിൽ തന്നെ, അവരുടെ പാർപ്പിടങ്ങൾ നിലക്കൊണ്ടിരുന്ന ആ സ്ഥലങ്ങളിൽ തന്നെ ഒരു ദൃഷ്ടാന്തമുണ്ടായിരുന്നു എന്നാണ് അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നത്. സബഅുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ താക്കീതിന്റെയും സന്തോഷ വാർത്തയുടെയും ഒക്കെയായ ഒരു ദൃഷ്ടാന്തം അവരുടെ ചുറ്റുവട്ടത്ത് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അവരുടെ വടക്ക് മലബാറുകാർ പറയുന്ന വിധത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ഇടവലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇടതും വലതുമായിട്ട് അവരുടെ പരിസരത്ത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം ഉണ്ടായിരുന്നു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ലഖദ് കാന ലി സബഇൻ, സബഅ് എന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. യമനില്, പൗരാണിക യമനിലെ ഒരു ഭൂപ്രദേശം ഈ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്, സബഅ് എന്ന പേര്. ഇംഗ്ലീഷിൽ ഷീബ എന്നൊക്കെയാണ് പറയാറ്, ഷേബ എന്നോ ഷീബ എന്നൊക്കെ ഉച്ചരിക്കുന്ന ഒരു സ്ഥലപ്പേര്. ആ ഭൂപ്രദേശത്തിന്റെ അധിപതിയായിട്ടാണ് നമ്മൾ വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെ ചിലയിടത്ത് ബൽഖീസ് രാജ്ഞിയെ മലിക്കത്തു സബഅ് എന്ന വിധത്തിൽ പരാമർശിച്ച് കാണുന്നത്.
ബൽഖീസ് രാജ്ഞിയുടെ കാലഘട്ടത്തിലാണോ അല്ലേ എന്നത് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് വ്യക്തതയൊന്നും നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ ആവാൻ, അല്ലെങ്കിൽ അതിന്റെ മുമ്പോ ശേഷമോ ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ബൽഖീസ് രാജ്ഞിയുടെ കാലത്ത് ഈ സംഭവം ഇവിടെ വിവരിക്കപ്പെടുന്ന സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമോ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ സബഇനെ സംബന്ധിച്ചിടത്തോളം സബകാർക്ക് വലിയ പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ദൃഷ്ടാന്തം അവരുടെ വാസസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തായിരുന്നു അത്? ജന്നത്താനി അൻ യമീനും വശിമാൽ, ഇടതും വലതുമായിട്ട് രണ്ട് തോട്ടങ്ങൾ. അവര് ഇടതും വലതുമായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്ന രണ്ട് സമൃദ്ധിയുടെ അടയാളപ്പെടുത്തലായിക്കൊണ്ടുള്ള തോട്ടങ്ങൾ. ഇതായിരുന്നു ഈ ഇവിടെ വിവരിക്കപ്പെടുന്ന സംഭവങ്ങളുടെ ഒരു ശ്രദ്ധേയമായ ചില അടയാളപ്പെടുത്തലുകളായിട്ട് ഇവിടെ അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് തോട്ടങ്ങൾ, എല്ലാവിധ കായ്കനികളും അതുപോലെ ഫലങ്ങളും ഒക്കെ ലഭ്യമായിരുന്ന വിധത്തിലുള്ള സമൃദ്ധി അല്ലെങ്കിൽ പ്രകൃതിപരമായ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിന്ന രണ്ട് തോട്ടങ്ങൾ. അത് എങ്ങനെയാണ് പ്രകൃതിപരമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിന്നത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നത് തുടർന്നുള്ള ഈ ആയത്തിലെ അല്ലെങ്കിൽ ആയത്തുകളിലെ സൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ഞാൻ അത് നേരത്തെ നിങ്ങളുമായി പങ്കുവച്ചു എന്നേ ഉള്ളൂ. ജന്നത്താനി അൻ യമീനിൻ വശിമാൽ, രണ്ട് തോട്ടങ്ങൾ ഇടതും വലതുമായിട്ട്. ചില മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഭൂപ്രദേശം വളരെയേറെ സമൃദ്ധി ഉണ്ടായിരുന്ന ധാരാളം തോട്ടങ്ങൾ, ധാരാളം കൃഷിയിടങ്ങളും തോട്ടങ്ങളും നിറഞ്ഞു നിന്ന ഒരു പ്രദേശമായിരുന്നു ആ കാലഘട്ടത്തിൽ. എല്ലാവിധ ഫലസമൃദ്ധിയും അനുഭവിക്കുന്ന അവസ്ഥ ആ നാട്ടുകാർക്ക് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് ഇടതും വലതുമായി രണ്ട് തോട്ടങ്ങൾ എന്ന് പറയുന്നത് ഭൂപ്രദേശത്ത് ആകെ രണ്ട് തോട്ടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് സബയില് എവിടേക്ക് തിരിഞ്ഞാലും എവിടെ പോയാലും ഇടതും വലതുമായി നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്ന തോട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ രണ്ട് തോട്ടങ്ങൾ എന്നല്ല, ഒരാള് ചുറ്റുപാടും നിരീക്ഷിക്കുമ്പോൾ അയാളുടെ ഇടതും വലതുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടേതായ തോട്ടങ്ങളായിരുന്നു. അപ്പൊ ഈ ഇടതും വലതുമായി തോട്ടങ്ങള്, അതും വളരെ ഫലസമൃദ്ധിയുള്ള വിധത്തില്, അത് ഈ യമനിലെ സബഅ് പ്രദേശത്ത് എവിടെ തിരിഞ്ഞാലും ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ കാണാൻ കഴിഞ്ഞിരുന്ന ദൃശ്യങ്ങളായിട്ടാണ് അവര് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോ ജന്നത്താനിയാൻ യമീനും വശിമാൽ, ഇടതും വലതുമായി രണ്ട് തോട്ടങ്ങൾ. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു, ഇതാണ് അള്ളാഹു അവരോട് പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. വാക്കുകൾ കേൾപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിലും മനസ്സ് നിറയെ ഈ ആശയം അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിയുമായിരുന്ന വിധത്തിൽ ആയിരുന്നു എല്ലാ ഇടങ്ങളിലുമുള്ള അടയാളപ്പെടുത്തലുകൾ. ഒരുപക്ഷെ ഏതെങ്കിലും താക്കീതുകാരൻ മുഖേന ഈ കാര്യം അവരെ കേൾപ്പിക്കപ്പെട്ടിട്ടും ഉണ്ടാകും. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന, തന്നിരിക്കുന്ന വിഭവങ്ങൾ നിങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചുകൊള്ളുക. കുലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിച്ചുകൊള്ളുക, ഭക്ഷിച്ചുകൊള്ളുക. മിർ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായിട്ട് കനിഞ്ഞു നൽകിയിട്ടുള്ള വിഭവങ്ങളാണല്ലോ, അവ നിങ്ങൾക്ക് വേണ്ടത്ര യഥേഷ്ടം നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്നതാണ് ഇവിടെ നിർദ്ദേശം. എന്നാൽ ഒരു കാര്യം മാത്രമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്, വഷ്കുറൂ ലഹു, അവനോട് നിങ്ങൾ
കൃതജ്ഞതയുള്ളവരായിരിക്കണം. അള്ളാഹുവിനോട് കടപ്പാടും പ്രതിബദ്ധതയും നന്ദിയും ഒക്കെ കാണിക്കുന്നവരായിട്ടാണ് നിങ്ങൾ നിലകൊള്ളേണ്ടത്. പ്രകൃതിപരമായി നിങ്ങൾക്ക് അള്ളാഹു സജ്ജീകരിച്ച് തന്നിട്ടുള്ള, ഒരുക്കി തന്നിട്ടുള്ള ഈ വിഭവങ്ങൾ അത്രയും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷ്യയോഗ്യമായവയൊക്കെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. യഥേഷ്ടം നിങ്ങളുടെ ആവശ്യത്തിന് അവ പ്രയോജനപ്പെടുത്താം. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും. ഇതില് ദൈവികമായ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഔദാര്യത്തിന്റെയും എല്ലാ സൂചനകളും ഈ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കായി നിങ്ങളുടെ റബ്ബ് ഒരുക്കി തന്നിട്ടുള്ള റിസ്ഖ് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അതിനുവേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത വാക്കുകൾ തന്നെ ആ വിധത്തിലുള്ളതാണ്. റബ്ബ്, റിസ്ഖ് പോലെയുള്ള വാക്കുകളൊക്കെ അള്ളാഹുവിന്റെ വലിയ ഔദാര്യം, അള്ളാഹുവിന്റെ വലിയ പരിഗണന ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പൊ കുലൂ മിർ റിസ്ഖി റബ്ബിക്കും എന്നതാണ് നിർദ്ദേശം. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായി തന്നിട്ടുള്ള ഈ വിഭവങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നതാണ് നിർദ്ദേശം. അപ്പോ ഈ കുലു എന്നത് തിന്നാൻ മാത്രമുള്ള ഒരു നിർദ്ദേശമായിട്ട് കാണേണ്ടതില്ല. ദൈവിക വിഭവങ്ങളായിട്ട് പല വിധത്തിലുള്ള റിസ്ഖും ഉണ്ടാവും. അതിൽ മിക്കതും അല്ലെങ്കിൽ ഒരു പക്ഷേ ഏറെയും തിന്നാൻ ഉപകരിക്കുന്ന, തിന്നാൻ പറ്റുന്നതായിരിക്കും. വേറെ പലതും വേറെ പല ആവശ്യങ്ങൾക്കും ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോ അവ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്കായിട്ട് തന്നിരിക്കുന്ന ഈ വിഭവങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. വഷ്കുറു ലഹു. ഇതാണ് അള്ളാഹു തിരികെ ആവശ്യപ്പെടുന്ന കാര്യം. അതൊന്ന് എക്നോളജ് ചെയ്യണം. ഇത് അള്ളാഹു തന്നതാണ്. അള്ളാഹു അവന്റെ മഹത്തായ ഔദാര്യം എന്ന നിലക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് പ്രാപ്യമാകുമായിരുന്നില്ല എന്നൊരു സൂചന അതിലടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ ഫضലാണ്, അള്ളാഹുവിന്റെ ഔദാര്യപൂർവമായ റിസ്ഖ് നൽകലാണിത്. ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. ആ ഓർമ്മയിൽ നിന്ന് ഉണ്ടായി വരേണ്ട കൃതജ്ഞതയും നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു മനസ്ഥിതിയും അത് അംഗീകരിക്കുകയും അള്ളാഹുവിനോട് എക്നോളജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാടും നിങ്ങൾ കാണിക്കണം. ഇത് മാത്രമാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. വഷ്കുറു ലഹു. നിങ്ങൾ അവനോട് കൃതജ്ഞതയുള്ളവർ ആവുകയും ചെയ്യുക. എന്തായിരുന്നു അന്നത്തെ സബ പ്രദേശത്തെ അവസ്ഥ? ബൽദത്തുൻ ത്വയ്യിബത്തുൻ, ഏറ്റവും ഉത്തമമായ നല്ല ഒരു നാട്. പിന്നെ റബ്ബുൻ ഗഫൂർ, ഏറെ പുറത്തു കൊടുക്കുകയും പരിഗണന നൽകുകയും ചെയ്യുന്ന ഒരു നാഥനും. എന്തുമാത്രം അനുഗ്രഹീതമായ, എന്തുമാത്രം ആഹ്ലാദജനകമായ ഒരു അവസ്ഥയാണിത് എന്നതാണ് ഖുർആൻ വളരെ അത്ഭുതം കൂറുന്ന വിധത്തിൽ തന്നെ അതിനെ പരാമർശിക്കുന്നത്. ആ നാടിന്റെ ഫലസമൃദ്ധി. ഇന്നും അങ്ങനെയൊക്കെ ചില നാടുകളുണ്ട്. അത്തരം നാടുകളിൽ ചെന്നാൽ അവിടുത്തെ ഫലസമൃദ്ധിയും ക്ഷേമാവസ്ഥയും സുഭിക്ഷതയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകും. ബലദുൻ ത്വയ്യിബുൻ വറബ്ബുൻ ഗഫൂർ. റബ്ബിനെ അംഗീകരിക്കുന്ന ഒരു സമൂഹം, അവനോട് കൃതജ്ഞത കാണിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ സുജൂദ് നിർവഹിക്കുന്ന ആളുകള്, അങ്ങനെ ആ ഒരു നിലപാടിന്, ആ ഒരു മനസ്ഥിതിക്ക് മേൽക്കൈയുള്ള ഒരു സമൂഹം. പ്രകൃതിപരമായിട്ടുള്ള വിഭവങ്ങളും സമൃദ്ധിയും ഒക്കെ വളരെയേറെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങളും. എല്ലാ നാടുകളും എല്ലാ സന്ദർഭങ്ങളിലും ഇങ്ങനെയല്ല. നമുക്കറിയാം, വലിയ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. വലിയ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ട്. അള്ളാഹു രണ്ടു നിലക്കും മനുഷ്യരെ പരീക്ഷിക്കും. വലിയ സമൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യമൊക്കെ കൊടുത്തുകൊണ്ട് അതിന്റെ പേരിൽ കൃതജ്ഞത കാണിക്കുമോ, അതല്ല നന്ദികേട് കാണിക്കുന്നവരായി മാറുമോ എന്ന വിധത്തിൽ പരീക്ഷിക്കും. അതേപോലെ തന്നെ വിഭവങ്ങളെയും
ജീവിതത്തിലെ സ്വാസ്ഥ്യതയും ഒക്കെ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള അവസ്ഥ ഉണ്ടായിട്ട് അടുത്ത വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന വിധത്തിൽ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാവും. ഇവിടെ ഈ നാടിന്റെ സബഇന്റെ ഒരു പ്രത്യേകത ഇങ്ങനെയാണ്: ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ഇതാണ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. വിശിഷ്ടമായ ത്വയ്യിബത്തായ ഒരു നാട്. ത്വയ്യിബത്തായ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മലയാളത്തിൽ ഏത് ഉത്കൃഷ്ടത കാണിക്കുന്ന പദവും ഉപയോഗിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യാവുന്നതാണ്. നല്ലത് എന്നതാണ് അതിന്റെ ബേസിക് മീനിങ്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ. ഒരു ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ച് കാണുന്നത് വിശിഷ്ടമായ നാട് എന്നാണ്. വിശിഷ്ടതയൊക്കെ നല്ലത് കൊണ്ടാണ്. അപ്പോ ബൽദത്തുൻ ത്വയ്യിബത്തുൻ, നല്ലൊരു നാട്, അങ്ങനെ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്നതായിരിക്കും. ഒരു നാടിന്റെ സമ്പൽ സമൃദ്ധിയും വൃത്തിയും ചുറ്റുപാടുകളുടെ കാഴ്ച ഭംഗിയും അവിടെയുള്ള എല്ലാറ്റിന്റെയും ഒരു പെർഫെക്ഷൻ കണ്ട് നമ്മൾ പലപ്പോഴും അതിൽ വല്ലാതെ ആകൃഷ്ടരായി പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് അള്ളാഹു ഇവിടെ നടത്തുന്നത്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ, തികവുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാം വേണ്ട പോലെയുള്ള ഒരവസ്ഥ നിലനിൽക്കുന്ന ഒരു ഭൂപ്രദേശം, ഒരു നാട്. റബ്ബുൻ ഗഫൂർ, എന്തെങ്കിലുമൊക്കെ പിഴവുകളൊക്കെ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് അത് പരിഗണന നൽകിക്കൊണ്ട് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബും. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു സമൂഹത്തിന്റെ ഒരു സമൂഹം ആനന്ദ തുന്തിലരാവാൻ? ഇതിനേക്കാളേറെ എന്താണ് ആവശ്യമുള്ളത്? പ്രകൃതിപരമായ വിഭവങ്ങളും അതുപോലെ സാധ്യതകളും ഒക്കെ വളരെ സമൃദ്ധിയോടുകൂടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വീഴ്ചകൾ പുറത്തു കൊടുക്കാൻ സന്നദ്ധനായിട്ട് അവനിലേക്ക് തിരിയുന്നവർക്കൊക്കെയും വലിയ ഔദാര്യം കാണിച്ചുകൊണ്ട് അവരോട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ സന്നദ്ധനായ ഒരു നാഥനും. ഏറ്റവും ഉത്തമമായ ഒരു അവസ്ഥയാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജീവിത സാഹചര്യത്തെയാണ് ഈ സബഅ് സമൂഹത്തിനായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ടായിട്ടുള്ളത്. ഫലസമൃദ്ധി, അതുപോലെ പ്രകൃതി രമണീയത, ജീവിത സാഹചര്യം വളരെ സുരക്ഷിതമായ സമാധാനവും ശാന്തിയും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ വളരെ കരുണയും ആർദ്രതയും പരിഗണനയും ഒക്കെ നൽകുന്ന ഒരു രക്ഷിതാവും, ഒരു റബ്ബും. അപ്പോ ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ, ഈ ഫലസമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിരിക്കെ എന്താണ് ആ നാട്ടുകാരുടെ പ്രതികരണമായിട്ട് പുറത്തു വന്നത്? അതാണ് തുടർന്ന് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫഅറദു ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം. ഫഅറദു, അവര് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്ന ഒരു മനസ്ഥിതിയുള്ളവരായി നിലകൊള്ളുന്നതിന് പകരം അവര് മുഖം തിരിച്ചവരായി മാറി. സമ്പൽ സമൃദ്ധിയും ഈ പ്രകൃതി വിഭവങ്ങളും ഒക്കെ വളരെയേറെ നൽകി അള്ളാഹു അനുഗ്രഹിച്ച ആ ഘട്ടത്തില് അവയൊക്കെയും അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവര് അക്കാര്യത്തിൽ വീഴ്ച വരുത്തി അവര് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്ന ആ നിലപാടിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു. അവര് മുഖം തിരിച്ചു കളഞ്ഞു. ഫഅറദു ഫഅർസൽനാ അലൈഹിം, അതിനെ തുടർന്ന് നാം അവരുടെ നേരെ അയച്ചു സൈലൽ അരിം, അണപൊട്ടിയുള്ള പ്രവാഹം. അണപൊട്ടിയുള്ള, അണക്കെട്ട് തകർന്ന വിധത്തില് അല്ലെങ്കിൽ അണക്കെട്ട് തുറന്നു വിട്ട പോലെയുള്ള ജലപ്രവാഹം ഉണ്ടായി അതിശക്തമായ വിധത്തിൽ. സൈലൽ അരിമാണ് സംഭവിക്കുന്നത്. അരിം എന്ന് പറഞ്ഞാൽ അണക്കെട്ടാണ്. അണ കെട്ടി നിർത്തി വെള്ളം വളരെ കൂടിയ അളവില് ഒരിടത്ത് രണ്ട് മലകൾക്കിടയിലായിട്ടാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. നമ്മളെ നാട്ടിലും അങ്ങനെ പലപ്പോഴും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ഇത് സംബന്ധമായിട്ട്. അപ്പൊ അണക്കെട്ട്
വളരെ പൗരാണികമായ കാലത്ത് തന്നെ യമനിലെ സബഅ് പ്രദേശത്ത് കാർഷികാവശ്യങ്ങൾക്കും മനുഷ്യന്റെ മറ്റു പല പ്രയോജനങ്ങൾക്കുമായിട്ട് മലകൾക്കിടയിലുള്ള വിടവ് അടച്ചുകൊണ്ട് വലിയ അണ കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ അണ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം കാർഷികാവശ്യങ്ങൾക്ക് വേണ്ടി നിയന്ത്രിതമായിട്ട് തിരിച്ചുവിടുന്ന ഒരു പദ്ധതി, ഒരു ജലസേചന പദ്ധതി വളരെ ഫലപ്രദമായ വിധത്തിൽ തന്നെ അവര് ഉണ്ടാക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കി അത് പ്രയോജനപ്പെടുത്തി എന്നതൊക്കെ ബുദ്ധിയുള്ളവര് അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ടാണ് കാണുക. കാരണം അണക്കെട്ട് നിർമ്മിക്കാനുള്ള സാധ്യത ഒരാശയമായിട്ട് നമ്മുടെ മനസ്സിൽ ഇട്ടുതരുന്നത് അള്ളാഹുവാണ്. അതിനു വേണ്ട സാങ്കേതിക വിദ്യ ഒരുക്കി തന്നിട്ടുള്ളത് അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള പല കഴിവുകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിന് സാധ്യത തുറന്നു തന്നിട്ടുള്ളത് അള്ളാഹുവാണ്. എന്നിട്ട് അണ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമ്പൽ സമൃദ്ധി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ആളുകൾക്ക് സാധിച്ചതും കാലാവസ്ഥ പോലെയുള്ള ഘടകങ്ങൾ അനുകൂലമാക്കി തന്നുകൊണ്ട് അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷെ ഈ സമൃദ്ധിയുടെ അവസ്ഥയിൽ അവർ ഇതൊക്കെയും അള്ളാഹുവിന്റെ ഔദാര്യമാണ് എന്ന കാര്യം മറന്നുപോയി. അവരതിനെക്കുറിച്ച് ഗൗനിക്കാത്ത ആളുകളായി മാറി. അവര് മുഖം തിരിച്ചു കളഞ്ഞു. ഈ ഒരു തിരിച്ചറിവിൽ നിന്നും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പടച്ച തമ്പുരാനോട് കാണിക്കേണ്ട കൃതജ്ഞത കാണിക്കുന്നതിൽ നിന്നൊക്കെ അവര് തിരിഞ്ഞു കളഞ്ഞു. അതിനെ തുടർന്ന് ദൈവിക നടപടി ഉണ്ടായത് ഇങ്ങനെയാണ്. ഫഅർസൽന അലൈഹിം സൈലൽ അരിം. അണ തുറന്നു വിട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അണ പൊട്ടിയൊഴുകിയ ജലപ്രവാഹം അള്ളാഹു അവരുടെ നേരെ തിരിച്ചുവിട്ടു. ഫഅർസൽന അലൈഹിം സൈലൽ അരിം. അപ്പോ യമനിലെ ഈ പ്രദേശത്ത് കാർഷികാവശ്യങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയിരുന്ന ആ ചിറ അല്ലെങ്കിൽ അണ എന്തോ കാരണത്താൽ തകർന്നു പോവുകയും അതിശക്തമായ ജലപ്രവാഹം ഉണ്ടായി ആ ഭൂപ്രദേശത്തെ കൃഷിയും വാസസ്ഥലങ്ങളും അവരുടെ വീടുകളും സൗകര്യങ്ങളും ഒക്കെ നശിച്ചു പോകുന്ന വിധത്തില് അവയൊക്കെയും വെള്ളത്തിൽ ആണ്ടുപോയി, അവയൊക്കെയും നശിച്ചുപോയി എന്നതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമ്മൾ അങ്ങനെയുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കാറുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളെയും വെള്ളത്തിൽ ആണ്ടുപോകാൻ അല്ലെങ്കിൽ അവിടെയുള്ള ജനവാസം പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ് എന്ന വിധത്തിൽ. അപ്പോ ഒരു അണ പ്രവർത്തനക്ഷമമായി അങ്ങനെ നിൽക്കുമ്പോൾ, ഒരു ഡാം പ്രവർത്തനക്ഷമമായി നിൽക്കുമ്പോൾ അത് എത്ര കാലം സുരക്ഷിതമായിട്ട് നിലനിൽക്കും എന്നതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ടൊക്കെ കണക്കുകൂട്ടി ഏകദേശം ഒരു ധാരണയിലൊക്കെ എത്താൻ പറ്റും. പക്ഷെ ആ കണക്കുകൂട്ടലുകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ചിലപ്പോ അതിന്റെ കണക്കുകൂട്ടിയത് 100 വർഷമാണെങ്കിൽ 200, 300, 400, ചിലപ്പോ 1000 വർഷം വരെയും കേടുപാടുകളൊന്നുമില്ലാതെ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചെന്ന് വരും. ഇനി വേറെ നിലക്ക് നോക്കിയാൽ ഈ 100 വർഷത്തിന്റെ ഉപയോഗമാണ് ഓപ്റ്റിമം യൂട്ടിലിറ്റി ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു 2-3 വർഷം പോലും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തപ്പെടാൻ കഴിയാതെ തന്നെ അത് തകർന്നുപോയി എന്നും വരാം. അങ്ങനെയുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടാകാം അതിൽ. അപ്പൊ ആരുടെ നിയന്ത്രണത്തിലാണ് ഈ അണക്കെട്ടിന്റെ സുരക്ഷിതത്വം ഉള്ളത് എന്നത് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൽ വ്യക്തമായിട്ടും അള്ളാഹുവിന്റെ ഒരു സാന്നിധ്യം, അള്ളാഹുവിന്റെ ഒരു നിയന്ത്രണം, അവന്റെ ഒരു ശരട് വലി അതിലുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. മനുഷ്യൻ കാണാത്ത പല വീക്ക് പോയിന്റുകളും അണക്കെട്ടുകൾക്ക് ഉണ്ടാകാം. നമ്മൾ പ്രത്യക്ഷത്തിലെ ഫാക്ടേഴ്സ് വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇത്ര വർഷം സുരക്ഷിതമാണ് എന്നൊക്കെ ഉള്ളത്. നമ്മളെ കണക്കുകൂട്ടലുകളൊന്നും ഫലപ്രദമായിക്കൊള്ളണം എന്നില്ല. വേറെ നമ്മൾ കാണാത്ത ചില ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാകാം. ഭൂമിക്ക് അടിയിലുള്ള ചലനങ്ങൾ ചിലപ്പോ ഈ അണക്കെട്ടുകളെ ബാധിച്ചെന്ന് വരും, അത് പൊട്ടി തകർന്നു പോകാൻ കാരണമായി എന്ന് വരും.
അതുപോലെ പല സംഗതികളും പല ഫാക്ടേഴ്സും പ്രവർത്തിക്കാം, നമുക്കറിയില്ല. ഇത് ആത്യന്തികമായിട്ട് അള്ളാഹുവിന്റെ ഔദാര്യത്തെയും അവന്റെ സംരക്ഷണത്തിനെയും ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നത് ഈ അണക്കെട്ട് എന്നല്ല, മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല പ്രതിഭാസങ്ങളും അങ്ങനെയൊക്കെയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ അതിന്റെ ബാഹ്യമായ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഈ ആളുകൾ ധിക്കാരികളായി മാറിയപ്പോ, അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്ന സ്വഭാവം ഇല്ലാത്തവരായി, മുഖം തിരിച്ച് പൊയ്ക്കളയുന്നവരായി മാറിയപ്പോ അള്ളാഹു അവരുടെ കാര്യത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങി. ആ അണ പൊട്ടി ആ ചിറയിലെ വെള്ളം അതിശക്തമായിട്ട് പ്രവഹിക്കുകയും ആ ഭൂപ്രദേശത്തെ അത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് പിന്നെ അവർക്ക് പകരമായിട്ട് എന്താണ് ഉണ്ടായത്? ബദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വ അസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ എന്നാണ് തുറന്ന് അല്ലാഹു പറയുന്നത്. അപ്പോ ഈ ചിറ പൊട്ടി അതിശക്തമായ ജലപ്രവാഹം ഉണ്ടായി, അവിടെയുള്ള ആ തോട്ടങ്ങളൊക്കെയും നശിപ്പിക്കപ്പെട്ടു. ഇടതും വലതും എവിടെ പോയാലും തോട്ടങ്ങളായിരുന്നല്ലോ, അവയൊക്കെയും പൂർണ്ണമായിട്ട് നശിച്ചുപോയി. എന്നിട്ട് പിന്നെ ആ ഭാഗത്ത് പിന്നെ അവശേഷിച്ചത് എന്താണ്? പകരമായിട്ടുണ്ടായ തോട്ടങ്ങൾ എന്താണ്? അതാണ് തുറന്ന് അള്ളാഹു പറയുന്നത്. അപ്പോ വബദ്ദൽനാഹും, നാം അവർക്ക് പകരമായിട്ട് നൽകി, ജന്നതൈഹിം ബിജന്നതൈഹിം, അവരുടെ തോട്ടങ്ങൾക്ക്. അവരുടെ 2 തോട്ടങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഫലസമൃദ്ധിയുടെ പേരിൽ ഇടതും വലതും അവരുടെ കണ്ണുകളെ ആകർഷിച്ചു നിന്നിരുന്ന ആ തോട്ടങ്ങൾ. അതിന്റെ സ്ഥാനത്ത് നാം പകരം നൽകി ജന്നതൈൻ, വേറെ 2 തോട്ടങ്ങൾ. വേറെ 2 തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആര് എവിടെ നിന്ന് നോക്കിയാലും ഇടതും വലതും വേറെ 2 തോട്ടങ്ങളാണ് പിന്നെ കാണുന്നത്. നേരത്തെ കണ്ടിരുന്നത് ഫലസമൃദ്ധിയുടെ തോട്ടങ്ങളാണ് ഇടതും വലതും ഉണ്ടായിരുന്നത്. ഇപ്പൊ എവിടെ നിന്നാലും ഇടതും വലതും തോട്ടങ്ങളുണ്ട്. പക്ഷെ എങ്ങനത്തതാണ്? ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ, കയ്പുള്ള ഫലവർഗങ്ങൾ, കഴിക്കുന്ന കായ്കനികളുള്ള തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വൈൽഡ് പ്ലാന്റ്സ് ആണ്. വൈൽഡ് പ്ലാന്റ്സ്, അതിന്റെ കൈപ്പുറ്റ കായ്കനികൾ മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളുള്ള. അസ്ലിൻ, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊന്ന് കാറ്റാടിയാണ്, കാറ്റാടി മരങ്ങൾ. പിന്നെ വശൈഇൻ സിദ്രിൻ ഖലീൽ, വളരെ കുറഞ്ഞ എണ്ണം, പരിമിതമായ എണ്ണം ഇലന്ത മരങ്ങളും. അവർക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് ഒരു പക്ഷേ കാണാൻ കഴിയുന്ന ഒരേ ഒരു സാധനം ഈ സിദ്റുൻ ഖലീൽ എന്ന് പറയുന്ന സംഗതിയാണ്. സിദ്ർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് സൈഡർ എന്നാണ് പറയുക. സൈഡർ ആപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടാവും. എലന്തക്ക എന്നാണ് മലയാളത്തിൽ പറയാം. സൈഡർ ആപ്പിൾ, സിദ്റത്തും മുൻതഹ എന്നൊക്കെ ഖുർആനിൽ ഒരു പരാമർശം കാണാം. പാരത്രിക ലോകത്തെ കുറിച്ചുള്ള വിവരണത്തിന്റെ ഭാഗമായിട്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഇവിടെ സിദ്ർ എന്നത് ഒരു വൃക്ഷമാണ്, എഡിബിൾ ആയ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വൃക്ഷം. എലന്ത മരം എന്ന് പറയും. അതിന്റെ ഇംഗ്ലീഷിലെ പേര് സൈഡർ എന്നാണ്. സൈഡർ ആപ്പിൾ എന്നാണ് അതിന്റെ കായക്ക് പറയുക. അപ്പോ പരിമിതമായ എണ്ണം ഇലന്ത മരങ്ങളും ഇത് മാത്രമാണ് പിന്നീട് അവിടെ അവശേഷിച്ച തോട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. എവിടെയും തോട്ടങ്ങളുണ്ട്, ഇടതും വലതും കൃഷിയോഗ്യമായ എന്ന് തോന്നുന്ന നിലങ്ങൾ. അവിടെ എന്താ ഉള്ളത്? ദവാതൈ ഉകുലിൻ ഖംതിൻ, വൈൽഡായ സ്ഥലങ്ങളിലൊക്കെ പടർന്ന് വളരുന്ന കായ്കനികൾ, അത് കയ്പ് നിറഞ്ഞ ഫലം മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന തരം ചെടികളും മരങ്ങളും എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൊക്കെ ഉള്ള പോലെ, അല്ലെങ്കിൽ കൃഷിയോഗ്യമല്ലാതെ തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ വൈൽഡ് ആയിട്ടുണ്ടാകുന്ന പ്ലാന്റ്സ്. അതിലുള്ളത് ഉകുലിൻ ഖംതിൻ ആണ്, ചവർപ്പുള്ള കയ്പുള്ള കായകൾ, കയ്പുള്ള കായ്കനികളാണ് അതിൽ ഉള്ളത്. അതുപോലെ വാസിലിൻ, അസിൽ എന്ന് പറഞ്ഞ കാറ്റാടി മരങ്ങൾ, ശവോക്ക് മരങ്ങൾ, മനുഷ്യന് എഡിബിളായ ഒരു ജ്യൂസിനെസ് പോലും, ഒരു നീര് പോലും ആവശ്യത്തിനില്ലാത്ത തരത്തിലുള്ള ഇലയുള്ള ഒരു വൃക്ഷമാണല്ലോ ഈ ചവോക്ക് മരം അല്ലെങ്കിൽ കാറ്റാടി എന്നൊക്കെ പറയുന്നത്.
അങ്ങനെയുള്ള വൃക്ഷങ്ങളുമാണ്. അപ്പോ വശൈഇം മിൻ സിദ്രിൻ ഖലീൽ, വളരെ കുറഞ്ഞ എണ്ണം ഇലന്ത മരങ്ങളും ഇത് മാത്രമുള്ള തോട്ടങ്ങളാണ് പിന്നെ പകരമായിട്ട് നാം അവർക്ക് നൽകുകയുണ്ടായത്. ആ നാട്ടിലെ ജനങ്ങളുടെ നന്ദികേടിന് അള്ളാഹു നൽകിയ തിരിച്ചടി അല്ലെങ്കിൽ അതിൽ നടത്തിയ ഒരു ഇടപെടലിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ദാലിക ജസൈനാഹും ബിമാ കഫറു, അവരുടെ നന്ദികെട്ട നിലപാടിന് നാം അവർക്ക് പ്രതിഫലമായിട്ട് നൽകിയതാണിത്. ദാലിക ജസൈനാഹും. അപ്പൊ ഇത്തരം നന്ദികേടിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോഴൊക്കെ ഭൂമിയിൽ വെച്ച് തന്നെ ചില പ്രതിഫലങ്ങൾ നൽകാറുണ്ട്. നന്ദികെട്ട സമൂഹങ്ങൾക്ക് അള്ളാഹു ചില സന്ദർഭത്തില് അവർക്കുള്ള പ്രതിഫലം മുഴുവനായിട്ടല്ല, ഭാഗികമായിട്ട് ഭൂമിയിൽ നിന്ന് തന്നെ നൽകാറുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ നടപ്പിലാക്കിക്കൊള്ളണമെന്നില്ല, അത് അള്ളാഹുവിന്റെ ഇച്ഛയാണ്. അപ്പോ ജസൈനാഹും, നാം അവർക്ക് ദാലിക ജസൈനാഹും, ഈ പ്രകാരം നാം അവർക്ക് പ്രതിഫലം നൽകിയിട്ടുണ്ടായി. ബിമാ കഫറു, അവരുടെ നിഷേധത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നന്ദികേടിന്റെ പേരിൽ. രണ്ട് ആശയവും ഉൾക്കൊള്ളുന്ന വാക്കാണ് കഫറ എന്നത്. അവരുടെ സത്യനിഷേധം, അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുകയും ചെയ്യുന്ന അവരുടെ നിലപാടുകൾക്ക് പ്രതിഫലമായിട്ട് നാം ഈ വിധത്തിലാണ് അവർക്ക് നൽകുകയുണ്ടായത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ടൊരു ചോദ്യം, വഹൽ നുജാസി ഇല്ലൽ കഫൂർ, നന്ദികേട് കാണിക്കുന്നവർക്കല്ലാതെ നാം ഇതുപോലെ പ്രതിഫലം നൽകാറുണ്ടോ എന്നാണ്. വഹൽ നുജാസി, നാം പ്രതിഫലം നൽകുമോ, ഇല്ലൽ കഫൂർ, നിഷേധികൾക്കും നന്ദി കെട്ടവർക്കും അല്ലാതെ ഇതുപോലെയുള്ള പ്രതിഫലം നാം നൽകുമോ എന്നാണ് ഇവിടെ ചോദ്യരൂപത്തില് അള്ളാഹു ഒരു ആശ്ചര്യത്തോടു കൂടി കാര്യം പറയുന്നത്. അപ്പൊ സബയിലെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമൂഹം വലിയ സാങ്കേതിക വളർച്ചയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. വലിയ അണക്കെട്ടുകൾ ഉണ്ടാക്കി ജലം കെട്ടി നിർത്തി അതിനെ ആവശ്യമുള്ള വിധത്തില് ചാനലുകളായി തിരിച്ചുവിട്ട് കാർഷിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി സമൃദ്ധമായ കാർഷികോൽപ്പന്നങ്ങളൊക്കെ വലിയ ഫലസമൃദ്ധിയുള്ള വിധത്തിലായി മാറുന്ന ഒരു നേട്ടമൊക്കെ കൊയ്തിട്ടുണ്ടായിരുന്നു ആ സമൂഹം ഒരു ഘട്ടത്തിൽ. പക്ഷെ അവരുടെ സ്വന്തം കഴിവുകളുടെ പേരിൽ ഔദത്യബോധമുള്ളവരായി മാറുകയും അവയൊക്കെയും അള്ളാഹുവിന്റെ ഔദാര്യമായിരുന്നു എന്ന കാര്യം വിസ്മരിക്കുകയും ചെയ്തു. അവര് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്ന ആളുകളല്ലാതായി മാറി. കൃതജ്ഞത കാണിക്കുക എന്ന കാര്യത്തിൽ നിന്ന് അവർ മുഖം തിരിച്ചു കളഞ്ഞു. അതിനെ തുടർന്ന് അള്ളാഹു അവർക്ക് ഭൂമുഖത്ത് തന്നെ വെച്ച് വലിയൊരു ശിക്ഷ നൽകി. ആ അണ പൊട്ടി അതിശക്തമായ ജലപ്രവാഹമുണ്ടായി. അവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിച്ചുപോയി. പിന്നീട് അവിടെ പകരമായിട്ട് അവർക്കുണ്ടായത്, പിന്നീട് ജലസേചന പദ്ധതികളൊന്നും ഇല്ലല്ലോ, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ തന്നെ ഒരു ധൈര്യം കിട്ടണമെങ്കിൽ 1-2 തലമുറ കഴിയേണ്ടി വരും. കാരണം ഈ അണ തകർന്ന സംഭവം തന്നെ അവർക്ക് ഏറ്റവും വലിയ ഷോക്കായിട്ട്, വലിയ ട്രോമ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോ മറ്റൊരു ജല സംഭരണ പദ്ധതിയെ കുറിച്ച് ആലോചിക്കാൻ പോലും ഒരുപാട് കാലത്തിന് ആ പ്രദേശത്തുകാർക്ക് സാധിക്കില്ല. പിന്നീട് അവിടെ ജലസമൃദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വിധത്തില് പാഴ്ചെടികൾ മാത്രം ഉണ്ടാകുന്ന ഇടങ്ങളായിട്ട് മാറുക. മരുഭൂമിയിലൊക്കെ കാണുന്ന വിധത്തിലുള്ള ചെടികളും ഉപയോഗശൂന്യം എന്ന് തോന്നുന്ന വിധത്തിലുള്ള മരങ്ങളും ഒക്കെയാണ് പിന്നീട് അത് മാത്രമാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ അതാണ് അവർക്ക് നാം പ്രതിഫലമായിട്ട് പകരം നൽകിയുണ്ടായത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ പിന്നീടുണ്ടായ തോട്ടങ്ങളില് അവിടെ ഉണ്ടായിരുന്ന ഇടത്തായാലും വലത്തായാലും ഒക്കെ ഉണ്ടായിരുന്നത് ഉക്കുലിൻ ഹംതിൻ, ചവർപ്പുള്ള കയ്പുള്ള ഫലങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന മരങ്ങൾ, വ അസ്ലിൻ, കാറ്റാടി മരങ്ങൾ, വ ശൈഇം മിൻ സിദിരിൻ ഖലീൽ, വളരെ പരിമിതമായ എണ്ണം ഇലന്ത മരങ്ങൾ. ജീവിച്ചു പോകാനൊക്കെ പറ്റിയെന്ന് വരും, ജീവൻ നിലനിർത്തിയിട്ട്. ആ വിധത്തില് വളരെ പരിമിതമായ വിഭവങ്ങൾ മാത്രമായിരുന്നു പിന്നീട് അവർക്ക് അവിടെ ലഭ്യമായിരുന്നത്. നിഷേധികൾക്കും നന്ദി കെട്ടവർക്കും അല്ലാതെ നാം ഇത്തരത്തിലുള്ള പ്രതിഫലം നൽകുമോ
എന്നൊരു ചോദ്യവും ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ്. മക്കയിലെ അഭിസംബോധിതരായ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഭവം അവരുടെ തന്നെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വിവരണം എന്ന നിലക്കാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അള്ളാഹു വലിയ ഐശ്വര്യം നൽകിയിട്ടുണ്ടായിരുന്നു. മക്കയിലേക്ക് ജനശ്രദ്ധ എത്തുകയും നൂറ്റാണ്ടുകളായിട്ട് മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്തുള്ള ആളുകൾ വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു പ്രദേശമായിട്ടൊക്കെ അവരുടെ നാട് മാറിയിട്ടുണ്ടായിരുന്നു. ലോകത്ത് എവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലവർഗങ്ങളായാലും അവർക്ക് ലഭ്യമാകുമായിരുന്നു. വലിയ കച്ചവട സാധ്യതയൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് വലിയ മേധാവിത്വവും ഔന്നത്യവും ഒക്കെ നേടാൻ മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ പോലെയുള്ള ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെയും തന്നെ അള്ളാഹു അവർക്ക് വലിയ ഔദാര്യമായിട്ട് നൽകിയതാണ് എന്ന കാര്യം ഓർക്കാതെയാണ് അവര് അതിന്റെ പേരിൽ ഔദ്ധത്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി വന്ന പ്രവാചകനോട് അവര് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്ന യുക്തിഭദ്രമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നവരായി മാറാനും അവര് സന്നദ്ധരാവുകയുണ്ടായില്ല. അവരുടെ അവസ്ഥ ഈ പരാമർശിക്കപ്പെട്ട സബഅ് സമൂഹത്തിലെ ആളുകളുടെ അവസ്ഥയോട് വലിയ സാദൃശ്യമുണ്ട് എന്ന കാര്യം പരോക്ഷമായിട്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.